ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ ജർമ്മനിയിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് ആവുന്നേ ഉള്ളൂ. സോ 2 ഡേയ്സ് മുന്നേ ഞാൻ അടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മളൊരാൾ ജർമ്മനിയിലേക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് സിറ്റി രജിസ്ട്രേഷൻ. സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ടാക്സ് ഐ ഡി കിട്ടുള്ളൂ. ആ ടാക്സ് ഐ ഡി കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ബാങ്ക് അക്കൗണ്ട് എടുത്താലേ നമുക്ക് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ മസ്റ്റായിട്ടും ഒരു സിം കാർഡ് വേണമല്ലോ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് സിം കാർഡ് എടുത്തത്. സോ എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റ ഉടനെ ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കും. അതെന്നിട്ട് ഞാൻ കുപ്പിയിലാക്കി വെച്ച് യൂണിവേഴ്സിറ്റിയിലോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ വെക്കും. പിന്നെ കുറച്ച് കാപ്പി ഉണ്ടാക്കും. നാട്ടിൽ വെച്ച് കാപ്പിയൊന്നും കുടിക്കാത്ത ഞാൻ ഇവിടെ വന്ന് കാപ്പി കുടിക്കാനൊക്കെ പഠിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ പോകാനായിട്ട് ഒരുങ്ങി. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ താമസിക്കുന്ന സ്ഥലം ഭയങ്കര സെൻട്രലായതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നടന്നോ പോവാം, ട്രാമിൽ കയറി പോവാം. പിന്നെ എനിക്ക് ട്രെയിൻ സ്റ്റേഷനാണെങ്കിലും ബസ് സ്റ്റേഷനാണെങ്കിലും എല്ലാം ഭയങ്കര അടുത്താണ്, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. സോ ഞാൻ സിറ്റി രജിസ്ട്രേഷന് ഓരോ സിറ്റിയിലും ഒരു പ്രത്യേക സ്ഥലം കാണും. അവിടെ പോയി നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുക. അതിന് നമ്മൾ മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് എടുക്കണം. അത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ചിലപ്പം 1 മാസം മുന്നെയൊക്കെ എടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ സൈറ്റിൽ പറയുന്നുണ്ട് 7:15 7:30 രാവിലെ ഒരു ടൈമിൽ നോക്കിയാൽ വേറെ ആൾക്കാർ ക്യാൻസൽ ചെയ്തിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഞാൻ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഡേ തന്നെയാണ് അപ്പോയിൻമെൻറ്റ് എടുത്തത്. സോ ദിസ് ഈസ് വൂൾവർത്ത് എന്ന് പറയുന്ന കടയാണ്. ഇവിടെ നിന്നാണ് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയത്. ഞാൻ ഇന്നലെ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വന്നത്. അത് ബില്ലാക്കിയിട്ടില്ലായിരുന്നു, എന്നാലും എനിക്കത് അഡ്വൈറ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് തന്നെ എടുക്കാൻ വന്നതാണ്. പിന്നെ ഈ വൂൾവർത്ത് എന്ന് പറയുന്ന കടയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ അഫോർഡബിളായിട്ട് കിട്ടുന്ന ഒരു കടയാണ്. ഇറ്റ് വാസ് നൈസ്. പിന്നെ അതിനുശേഷം ഞാൻ സിം കാർഡ് എടുത്തു. സിം കാർഡ് എടുത്തതിന് ശേഷം ഞാൻ എന്തോ പാത്രം വാങ്ങിക്കാനായിട്ട് യൂറോ ഷോപ്പ് പോയതാണ്. യൂറോ ഷോപ്പ് തപ്പിപ്പോയി ഞാൻ എൻ്റെ ആ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എത്തി. പിന്നെ അവിടെ നിന്ന് എനിക്ക് നടന്നു പോകാനേ ഉള്ളൂ. ഞാൻ റൂമിലെത്തി. 1 വീക്ക് ഓഫ് ജർമ്മൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് ശരിക്കും ഇവിടുത്തെ ട്രാഫിക് റൂൾസ് തന്നെയാണ്. മീൻസ് ഇങ്ങനെ ക്രോസ് ചെയ്യാനൊക്കെ നാട്ടിൽ വെച്ച് എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇവിടെ മറ്റേ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവുമല്ലോ, പെഡസ്ട്രിയൻസിന് പോകാനുള്ള ടൈം ഉണ്ടാവും. അതൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ പോകാത്തതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് നാളെയും കഴിക്കാമല്ലോ. സോ ആദ്യമായിട്ടാണ് ഞാൻ കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് വിജയകരമായെന്ന് തന്നെ പറയാം. ലാസ്റ്റ് കുറച്ച് ഉപ്പ് ചെറുതായിട്ട് കൂടിപ്പോയെങ്കിലും കഴിക്കാൻ നല്ലതായിരുന്നു. പിന്നെന്താ പറയുക, ബാക്കിയെല്ലാം പിന്നെ പറയാം. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.